അതിനിബിഡ വനങ്ങൾക്കിടയിൽ 800 വർഷം പഴക്കമുള്ള ഒരു ശിവക്ഷേത്രം. ശ്രീമഞ്ജുനാഥൻ എന്ന പേരിൽ സാക്ഷാൽ ശ്രീ പരമേശ്വരൻ വാഴുന്നയിടം. കുറച്ചകലെയായി വനത്തിനുള്ളിലൂടെ ഒഴുകിവരുന്ന നേത്രാവതി പുഴ. പ്രകൃതി അതിന്റെ മുഴുവൻ സൗന്ദര്യവും ശിരസാൽ വഹിച്ചു നിൽക്കുന്ന ക്ഷേത്രനഗരി, അതാണ് ധർമ്മസ്ഥല. എന്നാൽ ഇന്ന് ധർമ്മസ്ഥല നിഗൂഢതകളുടെ ശവപ്പറമ്പാണ്. ഒപ്പം നേത്രാവതി പുഴയും കളങ്കപ്പെട്ടിരിക്കുന്നു. ഇരുകരകളിലും ശവശരീരങ്ങളേന്തി നേത്രാവതി പുഴ ധർമ്മസ്ഥലയിലൂടെ വർഷങ്ങളായി നിശബ്ദം ഒഴുകുകയായിരുന്നത്രേ. ആ സത്യം പുറം ലോകം അറിഞ്ഞത് 2025 ജൂലൈ 3-നാണെന്ന് മാത്രം. അന്നേ ദിവസമാണ് ദക്ഷിണ കന്നഡ എസ്.പിക്ക് സുപ്രീം കോടതി അഭിഭാഷകൻ കെ.ബി. ധനഞ്ജയനൊപ്പമെത്തിയ അജ്ഞാതനായ വ്യക്തി ഒരു പരാതി നൽകിയത്. തന്റെ ജീവന് ആപത്തുണ്ടെന്ന് പൂർണ്ണ ബോധ്യമുള്ള അയാൾ അഭിഭാഷകനോട് മുന്നേകൂട്ടി കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയിരുന്നു. 6 പേജുകളുള്ള ആ വെളിപ്പെടുത്തൽ പരാതിയായി എസ്.പിയുടെ മുന്നിലെത്തിയതോടെ കർണാടക മാത്രമല്ല, ഇന്ന് കേരളവും വിറങ്ങലിച്ചുപോയി. 20 വർഷത്തോളം ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളിയായിരുന്ന അജ്ഞാതനായ വ്യക്തി നൂറുകണക്കിന് പെണ്ണുടലുകളെ മറവു ചെയ്യാൻ നിർബന്ധിതനായത്രേ. മറവു ചെയ്ത സ്ഥലങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ താൻ തയ്യാറാണെന്നും മറവു ചെയ്തതിൽ ഒരു സ്ത്രീയുടെ അസ്ഥികൂടത്തിന്റെ ചിത്രങ്ങൾ തെളിവായി കൊണ്ടുവന്നിട്ടുണ്ടെന്നും പറഞ്ഞതോടെ നാടൊട്ടാകെ പരിഭ്രാന്തി പരന്നു. കൊല്ലപ്പെട്ടവർക്ക് നീതി വേണമെന്നും അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുമെന്നും പരാതിക്കാരൻ വെളിപ്പെടുത്തി. 1995-ലാണ് ശ്രീ മഞ്ജുനാഥ ക്ഷേത്രത്തിൽ നൈർമല്യ കർണിക എന്ന ശുചീകരണ വിഭാഗത്തിൽ പരാതിക്കാരൻ ജോലിക്കായി എത്തിയത്. ക്ഷേത്രത്തിന്റെ ഭാഗമായ നേത്രാവതി പുഴയോരവും വനാതിർത്തിയും വൃത്തിയാക്കുകയായിരുന്നു ഏൽപ്പിച്ച ജോലി. എന്നാൽ ജോലിയിൽ പ്രവേശിച്ച് 3 വർഷം കഴിഞ്ഞതോടെ മേലധികാരി ഇയാളോട് ഒരു സ്ത്രീ ശരീരം മറവു ചെയ്യാൻ ആവശ്യപ്പെട്ടു. ആവശ്യം നിരസിച്ചെങ്കിലും ഭീഷണിക്ക് വഴങ്ങി അയാൾക്ക് ചെയ്യേണ്ടി വന്നു. തുടർന്ന് ജീവനറ്റ അനവധി പെണ്ണുടലുകൾ മറവു ചെയ്യേണ്ടതായി വന്നത്രേ.